തന്നെയാണ് നല്ലത്. എന്താ ചെയ്യാൻ, ഒരു രാവിലെ 6 മണിയായപ്പോൾ തുടങ്ങി പണി വയ്ക്കാൻ വേണ്ടിയിട്ട് മുറ്റടിച്ചേരണം, പാത്രം കഴുകണം, കുട്ടികളെ പറഞ്ഞേക്കണം, ഇത്രമാതിരി പണിയൊക്കെയുള്ളത്. അത് ശരിയാണ്, അവള് കാര്യത്തിലൊരു പാവൊക്കെയാണ്, എന്നാലും അവൾ അങ്ങനെ അങ്ങോട്ട് സൂഹിക്കണ്ട. ഞാൻ പറയും, ഞാൻ ഇനിയും പറയും, എനിക്ക് തീരാൻ ഇഷ്ടപ്പെടണ്ടേ, അവൾ ആള് പാവൊക്കെയാണ്. അടുക്കളയിലെ പണിയൊക്കെ ഓളാണ് എടുക്കുക. പക്ഷെ ഞാനങ്ങനെ ഓളെ നല്ലോണാക്കി പറയും, നിങ്ങളാരും വിചാരിക്കണ്ട. ഓളൊക്കെ കേട്ടിരുന്നോളെ, ഓനോട് പോയി ഒന്നും പറയുന്നു. പിന്നെ പേടിയാണ്. അതാണ് ഈ മാളുട്ടിയമ്മേന്റെ പവർ. എന്താ ചെയ്യാലേ, ഇപ്പൊ 2 പൊരിപ്പോള് സ്കൂളിൽ പോയി, 8:15 സമയം. അവർക്ക് 8 മണിയാകുമ്പോ ഈ സ്കൂൾ ബസ് വരിക, പോരാണ് പോവും. ഓളിപ്പോ പണിയൊക്കെ തീർത്ത് അവിടെ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അവിടെ പോയി കുടിക്കേണ്ട പണിയുള്ളൂ. നല്ല എത്തിയ നിങ്ങൾ പറഞ്ഞ മായത്തിന് ഞാൻ ചെയ്ത്. ഞാൻ കൂളിയും കൂടിയും ഒക്കെ കഴിഞ്ഞ് ഇവിടെയാണ് ഇരിക്കുകയാണ്. കുറെ നേരം ഫോണിൽ തോണ്ടി, പിന്നെ കുറച്ച് വിവരം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിളിച്ചത്. നിങ്ങൾ പറഞ്ഞ മായത്തിന് ഞാൻ ചെയ്തിന്. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. ഓള് കുറച്ചാണ് വൃത്തിയാടട്ടെ, അവൾ ഗതിയിട്ടാളുള്ള ആരോട് പറയൂലല്ലോ. അപ്പൊ പിന്നൊക്കെ ഒരു കുഴപ്പമില്ല. ഞാൻ അപ്പം നീറ്റ് കൂളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കുകയാണ്. എന്നാൽ ഞാൻ പോയോക്കട്ടെ, വിശന്നിട്ട് വഴി എന്തേ കഴിക്കണം. അവളോടൊക്കെ ആക്കി ചെലിക്ക് പോയി തിന്നേണ്ട പണിയുള്ളൂ. ആയിക്കോട്ടെ വല്യമ്മ, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. വിവരമൊക്കെ ഞാൻ പിന്നെ വന്നിട്ട് പറയാം. ഒന്ന് ചായ കുടിക്കാൻ പോയിട്ടാണ് കേട്ടോ. ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് വിളിക്കാം. എല്ലാം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു കേട്ടോ. ആയിക്കോട്ടെ കേട്ടോ, എന്നാൽ ഞാൻ പോയോക്കട്ടെ. അവൾ എന്താ ഉണ്ടാക്കിച്ചിട്ടുണ്ടാവും. എന്നാൽ ശരി. എന്താണ് മാളിക്കമ്മേ? രാവിലെ ആയിട്ടുള്ളത് എന്താണ് ഇവിടെ ഇരിക്കേ മാളുകുട്ടിയമ്മേ? ആയിക്കൊങ്ങളെ കണ്ടിട്ട് എന്തൊക്കെയാണ്, സുഖം തന്നെയല്ലേ? പച്ചറപ്പന്റെ കൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. മോളെ കല്യാണം ഉണ്ടെന്നപ്പറ്റി ഒക്കെ കഴിഞ്ഞ ഭക്ഷണം കൊണ്ട് എല്ലാം നല്ല ബർക്കത്തായാണ്. കുഴപ്പമൊന്നുമില്ലാന്ന്. ഓണ്ട് തരല ഓളവിടെയാണേ. ഓൾ വലിയ കുഴപ്പമൊന്നും വരാ. കാണാൻ്റെ കൂടിക്ക് പിന്നെ വരാ. നമ്മളിപ്പടി കെട്ടിച്ച് പറഞ്ഞാൽ ആണാൻ്റെ കൊറേ ആയി കണ്ടിട്ട്, അതോടെ ചോദിച്ചതേ. പറയണം. അല്ല, നിങ്ങളെ മജോളില്ലേന്ന് കളിക്കുന്ന ഇവിടെ നോക്കിയാണി അയച്ചും. ആ സമയം 10 മണിയോട് നീറ്റ് വന്നിട്ട് കൂടിയില്ല. ഞാൻ ഇപ്പൊ കണ്ടമാനം പണി മൊത്തം വലിച്ച് ഒന്നും ഇവിടെ ഇരുന്നിട്ട് നിന്റെ പടച്ച റബ്ബിന് നേർക്കാത്ത അമ്മാരി നോണങ്ങൾ പറയുന്നല്ലേ. ആ കൂട്ടി രാവിലെ നമ്മൾ ഇതും കഴിഞ്ഞിട്ട് എല്ലാ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോണ്ട് ഇവിടെ മുറ്റടിക്കലായിട്ടും മറ്റതായിട്ടും എല്ലാം കഴിയുന്നേ. പാത്രം അത് കേൾക്കും ഇവിടെ കുത്തിരുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട് അപ്പുറത്തുള്ള പേരാണ് പാത്രം. ആ കുട്ടി പാകുമ്പോൾ കുത്തിരുന്ന് നിന്റെ മോളെ അതേ പ്രായമുണ്ട്. പാത്രം ആ കുട്ടി കേൾക്കും. അടുക്കളത്തെ പണി മുഴുവൻ അതിൻ്റെ കുട്ടികളെ 8 മണിയാകുമ്പോഴേക്കും ഇവിടുന്ന് പോടില്ല. നിങ്ങളിത് കുരിപ്പിലെ വർത്താനാണ് ഈ പറഞ്ഞ് 8 മണിയാകുമ്പോഴേക്കും അതിൻ്റെ മക്കൾക്ക് പോകണം. ഓനാണെങ്കിൽ സമയമല്ല, നേരല്ല, പാതിരല്ല, പോണ്. പിന്നെ പറഞ്ഞാൽ തിരുമ്പലായിട്ട് മുഴുവൻ നടക്കുന്നേ. ഈ വായിച്ചുമാനം കിട്ടൂല കേട്ടോ. ഉമ്മാരി കരിന്നുണക്കുന്നു. അല്ലേ നമ്മള് മൂവന്നെയാണെന്നേ. നിങ്ങളത് ഈ കരിഞ്ഞോണം അതിന് നിങ്ങൾ വേറെ ആരെയും നോക്കിക്കോളി ഇട്ടാ. ആയിക്കോട്ടെ, നിങ്ങൾ പോയിക്കാളി ഇട്ടാ. ഈ തളരാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ വേറെ ആരും ഉണ്ടാക്കട്ടെ. ആ ഖദീജ എവിടെയെങ്കിലും പോയില്ല. ഇവിടെ വേണം പറയാം. സരസ്വതി ഉണ്ടോ നോക്കട്ടെ. സരോജിനി ഇപ്പൊ എന്താ ചൂരിട്ട് വീട്ടിലെ അവസ്ഥ മാളുട്ടമ്മേ, മാളുട്ടമ്മേ, ആരത്? നിങ്ങൾക്ക് ഇപ്പൊ വെയിലത്ത് നിന്നിട്ട് കണ്ണും കാണാതെയോ? മാളുട്ടമ്മേ, ആരെ വിളിക്കണ്ടോ? മാളുട്ടമ്മേ, സരോജിനി അയ്യാണ്.
മാറ്റമ്മേ മാറ്റം നമ്മള് പണിയിട്ട് വയ്യാഞ്ഞിട്ടേ എന്താണ് സുഖം തന്നെയല്ലേ? സുഖാണ്. നിങ്ങളിപ്പോ എന്താ വിളിച്ചേ? രാവിലെ 10 മണിയാവും നീറ്റ് വരും. അറിയോ ഞാനിപ്പോ ഈ കണ്ട മുറ്റം മൊത്തം അടിച്ചു വാരി ഇവിടുത്തെ പാത്രം മൊത്തം കഴുകി ഓള് തിന്ന പാത്രം കൂടി ഞാനാണ് കഴുകലിന്റെ സരോജിനിയെ. ഒരു പണിക്ക് ഓള് കാര്യം ചെയ്യാം. നമ്മളെ പിന്നെ തക്കാല ശാന്തയും പിന്നെ ഇങ്ങപ്പുറത്ത് നമ്മളെ വിമലയെത്തി ഇവരൊക്കെ വരുന്നുണ്ട്. കുറച്ച് അങ്ങോട്ട് വരുന്നുണ്ട് വീട്ടിലേക്ക്. അപ്പൊ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കില് പൂട്ടിയിട്ട് താക്കോലും ഓളുണ്ട് ഓളുടെ പുറത്ത് കട്ടെ. ഞാൻ പൂട്ടി താക്കോലും കൊണ്ടിട്ട് പോകും വീട് കൂട്ടിയിട്ട്. നമ്മളെ ശാന്തനോട് തെക്കേലെ ശാന്തനോടും അപ്പുറത്തെ ടൈമിലേക്ക് എല്ലാവരോടും ഞാൻ ചെന്നിട്ട് ഇന്നലെ മറ്റേ കുടുംബശ്രീൻ്റെ ഇതുണ്ടേന്നേ നിങ്ങളെ കണ്ടില്ലല്ലോ. എന്താ ചെയ്യല്ലേ സരോജിനെ? പണി കഴിഞ്ഞ നേരല്ല അങ്ങനെയല്ലേ ഞങ്ങൾ പറയണ്ടേ? നമുക്കറിയാലോ നിങ്ങൾ ഞാനൊക്കെ കാണിക്കുന്നത് ഒരേ തന്നെയാണ്. തന്നെയാണ് പറയുന്നത്. അപ്പോൾ പറയുമ്പോ ഒരു മനുഷ്യൻ ഞാൻ പറഞ്ഞു ഇതെല്ലാം ഞാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞില്ലേ നന്നാളെ? എന്താ ചെയ്യാൻ ഇവിടെ മീനും ഇറച്ചിയോ ഒക്കെ വാങ്ങും സരോജിനി. എന്നിട്ട് അതൊക്കെ പാട് ഉണ്ടാക്കിയ 3 കുട്ടികളാണ് ഒരു പ്രശ്നം പോലും തരില്ല. ഞാൻ പിന്നെ ആരോടൊന്നും പറഞ്ഞത് അല്ല. നമ്മളിപ്പോ പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അതേ കഴിഞ്ഞാലും പിന്നെ ഒരുമാതിരി വൃത്തിയുടെ സ്വഭാവം കാണിച്ചാൽ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ സംഭവം പാവൊക്കെയാണ്. പക്ഷെ നമ്മളെ ഭാഗത്തുനിന്ന് നമ്മൾ ആക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് എന്റെ മോളുണ്ട് നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ എന്താ അല്ല അല്ല അപ്പൊ എന്താ വെച്ചാൽ അവിടെ വീട്ടിൽ ചെന്നിട്ടേ ഓളെന്ത് ചെയ്യും? രാവിലെ സുഖമായിട്ട് ഓളാണ് കിടന്നുറങ്ങും. അമ്മപ്പയ്ക്ക് നീറ്റിട്ട് കാരണം എന്താ വെച്ചാൽ ഓന് പഠിക്കുവാണ്ടേ. അതിന് ഓനെന്താ വെച്ചാൽ നേരത്തെ പോയി ചോറും കാറുമൊക്കെ കൊണ്ടുപോകണം. ഓനാണെങ്കിൽ മീൻ്റെ മണല്ലാണ്ട് കൊണ്ട് തോളാൻ ചോററിയില്ല. അപ്പൊ രാവിലെ എന്ത് ചെയ്യും? എന്താ വെച്ചാൽ പാവം അത് രാവിലെ എണീക്കും. ഓന്റെ കാര്യം പറയാല്ല. പണിയില്ല, കൂലിയില്ല, ജോലിയില്ല. 24 മണിക്കൂർ തരാതാരം ഇങ്ങനെ നടക്കാം. പിന്നെ ഒരു കുന്തണ്ടല്ലോ അങ്ങനെ കുത്തിക്കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അതിലിങ്ങനെ കുത്തി അങ്ങോട്ട് അടക്കം അങ്ങോട്ട് എടുക്കുന്നൊക്കെയാണ് 2 മണി അരി വാങ്ങി വന്ന് ചോറ് വയ്ക്കും. ഇവിടുന്ന് ഞാൻ അരനാൾ ചോറ് എന്നോട് പറയാതെ ഒരു പേരയും ഇവിടെ ഉള്ളവര് നല്ലതാവണ്ടേക്കും ഒന്നും തന്നെ. എനിക്ക് ഇവിടെ ആകുന്ന കറി ഒരു കാര്യം ഇപ്പൊ സമയം 2 മണി കഴിഞ്ഞാൽ ആകെ തിന്നതൊരു ചോറ് മാത്രമാണ്. അതൊക്കെ അറിയുന്നതാണ്. നിങ്ങളെ കരയില്ലേ അതൊക്കെ അമ്പഴൊന്നും ഇന്നലെയും തൊട്ടല്ലല്ലോ കാണല് തുടങ്ങിയത്. നമ്മളെ ബന്ധങ്ങളാണല്ലോ. ഈ മാളുവടുത്തി മാളുമ്മ, മാളുകുട്ടിയമ്മ, മാളു ചേച്ചി, മാളുമ്മായി എന്തൊക്കെ പറഞ്ഞു ചേച്ചി ആരും ഒന്നും നിങ്ങൾ ഇറങ്ങാറാവില്ല. ഞാൻ അങ്ങോട്ട് പോയോട്ടെ. എന്ന് വെച്ചാലേ വീടൊക്കെ മൂട്ടി ഞാൻ താക്കോലിരിക്കും. അതൊക്കെ സംഭവം ശരിയാണ്. പക്ഷെ അവിടെ പുറത്തുണ്ടല്ലോ കോലായ്മയിലുണ്ട് വന്നാണ്ട് ഒരു ഫാൻ അവിടെ ഉണ്ട് ഇതാക്കി പങ്കേ. എന്നിട്ട് എന്താ വെച്ചാൽ അതിൻ്റെ മറ്റേ സ്വിച്ചും കൊടുത്തിക്കണ അവിടെ തന്നെ കോലായ്മ തന്നെ അതിൻ്റെ വീട്ടിൽ കുത്തിരിക്കുന്നുണ്ടാവേ. അത് ഞാൻ പോയി എന്നോ അങ്ങനെ ഓള് പണ്ടേ തൊട്ടിൽ കാറ്റ് കൊണ്ടിരിക്കണ്ടല്ലോ. അപ്പൊ ഞാനെന്നാലേ വീട്ടിൽ പോകുന്നു പറഞ്ഞിട്ടില്ല. ഓള് കോലായ്മയിൽ കാറ്റ് കൊണ്ടിരിക്കും. മറ്റേ പണി ഇരിക്കട്ടെ. ബാക്കിയുള്ള പണി ഉണ്ടല്ലോ എന്നാട്ടോ. പിന്നെ വരട്ടോ. ഇഷ്ടമാതിരി പണി തീർക്കാനായിട്ട് ഞാൻ ബാക്കിയോട് ചെയ്യാം. നീറ്റിട്ടില്ലേ ആയിക്കോട്ടെ. നമുക്ക് പിന്നെ കാണാം. വൈകുന്നേരം നമുക്ക് ഒഴിവുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങിക്കോ. ശരി സരോജിനെ ശരിട്ടോ. ഇപ്പോഴാണ് കുറച്ച് സമാധാനമായത്. അങ്ങനെ ഓളോടെങ്കിലും ഇത്തിരി പറയാനുള്ളത് പറഞ്ഞല്ലോ. ആയിഷനോട് പറയുന്നത് നടന്നില്ല. സരോജിനോട് എങ്ങനെ കുറച്ച് വൈകുന്നേരം ഇട്ട് നട്ടച്ചുകൂടി പറയാണ്ട്. എവിടെയാണോ കൊണ്ടുള്ളത്? ഇഷ്ടമായിട്ട് പണിയുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സൈഡേ എന്തായാലും 2 ആൾക്കാരോട് കുറച്ചില്ല നല്ല ആശ്വാസമുണ്ട്. ഇപ്പോൾ ഓളെന്തായാലും ആ തുണിയൊക്കെ തോരിടാൻ വേണ്ടി മുളിക്ക് പോകും. അവിടെ വേണം കുറച്ച് വെളിച്ചെണ്ണ വെച്ചേക്കാൻ. 16 വയസ്സ് ഉത്തിരി കുത്തിയാണ് പോകുന്നത്.
എന്താണിത് രാവിലെ തൊട്ടുണ്ടല്ലോ സരിതേ 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 കുറച്ച് വെള്ളം കൊണ്ടൊരു സരിതേ സരിതേ ഒരിത്തിരി വെള്ളം കൊണ്ടോ ആവൂ സരിതേ